ബന്ധപ്പെട്ടവരോട് നന്ദി വേണം. സഭയോട് വളരെ നന്ദി വേണം. നമ്മൾ ഈ രാജ്യത്ത് അന്യരാജ്യത്ത് വന്ന് നിൽക്കുക, നമുക്ക് ബലം ഈ സഭയാണ്. നമ്മുടെ ബലമെന്ന് പറയുന്നത് ഈ കൂട്ടായ്മയാണ്. സഹോദരങ്ങളെക്കാളും ഉപരി നമ്മുടെ കൂട്ടായ്മ ബന്ധം. സ്തോത്രം. നല്ല നന്ദിയുള്ളവരായിരിക്കും. അപ്പൊ ഇത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. ഇതൊക്കെ ഓർക്കും. ദൈവം ഇതെല്ലാം ഓർത്ത് പ്രവർത്തിക്കും. നിങ്ങൾ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചവരാ. മക്കളുടെ കാര്യം പോലും നോക്കാതെ സഭയുടെ കാര്യം നോക്കിയ ആൾക്കാരെ എനിക്കറിയാം. പക്ഷെ അവരുടെ കാര്യം ദൈവം മറന്നില്ല. അവരുടെ സന്തതിയും ദൈവം മറന്നില്ല. അല്ലത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. ദൈവത്തിന് മഹത്വം. സ്തോത്രം. ഒരമ്മ എന്നോട് പറഞ്ഞു, ഞാൻ 5-6 വർഷം ചോറും കൊട്ടയും ചുമ്മിയെന്ന്. 5-6 വട്ടം നാട്ടിലെ. അപ്പൊ പിള്ളേരല്ലേ അമേരിക്ക വന്നു കഴിഞ്ഞപ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് പിള്ളേർ വന്നു കഴിഞ്ഞപ്പോൾ പലരും പല സ്റ്റേറ്റിലാണ്. അമ്മയെ പ്ലെയിനെ കയറ്റി വിടും. അപ്പം പ്ലെയിനെ കയറി പോകുമ്പോൾ ചോറും കൊട്ടയും ചുമ്മിയത് ഓർക്കുക. ഇനി പ്ലെയിനെ കയറാൻ വേണ്ടി ആരും ചോറും കൊട്ടയും ചുമക്കുകയും വേണ്ട. എനിക്ക് വന്ന് പ്ലെയിനെ കയറണം, ഒരു വട്ടം ചോറിഞ്ഞിട്ട് തലയിലോട്ട് വെച്ചു ചുമന്നതിന്റെ ഊപ്പാട് വരാന്നല്ലാതെ അമ്മ പ്ലെയിനെ കയറുമ്പോൾ നമ്മുടെ തല്ല ചോറും കൊട്ടയും മനസ്സിലായോ? ദൈവത്തിന് മഹത്വം. ദൈവം മറക്കത്തില്ല. ഹന്നായെ ഓർത്തതുപോലെ, നോഹയെ ഓർത്തതുപോലെ, ആമേൻ, സ്തോത്രം, വിശുദ്ധന്മാരെ ഓർത്തതുപോലെ എന്നെ നിങ്ങളെ ഓർക്കുന്നൊരു നല്ല ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങളെ കുറിച്ച് ശുഭമരുന്നതിന്റെ രക്ഷയ്ക്ക് ഉതകുന്നെന്നും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവർത്തിക്കും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല നമ്മുടെ ദൈവം. എന്നിട്ട് ഇനി 12-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ സഹോദരി. നിങ്ങളായി ഇനി മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവന്റെ അബ്രഹാമിന്റെ വിശ്വാസമായിരിക്കണം നമ്മുടെ വിശ്വാസം. അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. പക്ഷേ ഇടയ്ക്കൊരു ചെറിയ ക്ഷീണം പോലെ വന്നു. ചെറിയ ക്ഷീണം പോലെ വന്നു. 15-ാം അധ്യായത്തിൽ ദൈവം മുറ്റത്തിറക്കി വെച്ച് മേപ്പോട്ട് നോക്കാൻ പറഞ്ഞു. നോക്കി, നക്ഷത്രം കണ്ടോന്ന് കണ്ടു. ഇതുപോലെ സന്തതിയെ തരുമെന്ന് പറഞ്ഞു. ബലപ്പെട്ടു. അകത്തോട്ട് ചെന്നപ്പം സാറ ഒരു ക്ലാസ് എടുത്തു. ഒരു 15 മിനിറ്റ് ബൈബിൾ ക്ലാസ്. ദൈവത്തിന്റെ ക്ലാസ് ഒരു ദിവസമായിരുന്നു. 24 മണിക്കൂർ. 24 മണിക്കൂർ ദൈവത്തിന്റെ ക്ലാസ്സിൽ ഇരുന്ന അവറാച്ചൻ സിസ്റ്റർ സാറാമ്മയുടെ 15 മിനിറ്റത്തെ ക്ലാസ്സിൽ നേരെ തിരിഞ്ഞു. ഞാനെപ്പോഴും പറയാം, സാറാ ചോദിച്ചു, എന്നെ ഇത്ര ഇളക്കം? അബ്രാം ചോദിച്ചു, എന്നെ ഞാനിവിടെ കിടക്കുന്നെങ്കിലും കാണുന്നുണ്ട് നിങ്ങൾ മുറ്റത്തിറങ്ങുകയും ചാടി അകത്ത് കയറുകയും മേപ്പോട്ട് നോക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് ഗ്ലോറി പറയുന്നതും. എന്നെ പതിവില്ലാത്തൊരു ഇളക്കവും ചാട്ടും. അബ്രാം പറഞ്ഞു, സാറാമ്മയെ ദൈവം എന്നോട് പറഞ്ഞ് തലമുറയെ തരുമെന്ന്. എന്നാൽ സാറാ ചോദിച്ചു, നിങ്ങൾക്കോ? ദൈവം എന്നോട് പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ കിറുക്കാ, നിങ്ങൾക്ക് പ്രായമായ എൻ്റെ കിറുക്കാ കേട്ടോ. അതെന്നെ നിങ്ങൾക്കിപ്പോൾ പ്രായം എന്തുണ്ടെന്ന് പറഞ്ഞ 99 കഴിഞ്ഞു. എനിക്കെത്രയായെന്നറിയാം? 89 കഴിഞ്ഞു. ഞാൻ 90-ലോട്ട് കയറുക, നിങ്ങൾ 100-ലോട്ട് കയറാൻ പോകും. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ആ പ്രായം പെട്ടെന്ന് അറിയാം. പ്രായമൊക്കെ ഉണ്ട്. നിങ്ങൾ ചുമ്മാ കിടന്ന് ഇളകരുത്. അവറാജൻ പറഞ്ഞാൽ എന്നോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുമെന്ന്. പിന്നെ പറഞ്ഞു സാറാമ്മേ. അപ്പം പുള്ളിക്കാരി പറഞ്ഞു, എന്നോട് ഇതുവരെ പറഞ്ഞൊന്നുമില്ല, പറയുമെന്ന് എനിക്ക് വലിയ വിശ്വാസവും. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എൻ്റെ ദാസി ഹാഗാർ അപ്പുറത്തെ കൂടാരത്തിലുണ്ട്, അങ്ങോട്ട് ചെല്ലും. ഞാനായിട്ട് ഉടക്കൊന്നും ഞാൻ താഴെ വായിക്കുന്നത് അബ്രഹാം സാറായിയുടെ വാക്കനുസരിച്ചെന്ന്. അങ്ങനെ അവിടെ എഴുതിയേക്കുന്നത് അബ്രഹാം കണ്ടോ? അതൊരു കുഴപ്പമല്ലേ? സാറായിയുടെ വാക്ക് അനുസരിക്കരുതെന്നല്ല, അനുസരിക്കേണ്ടതേ അനുസരിക്കാവൂ. ഇപ്പൊ സാറായും അവറാച്ചനും കൂടെ കാറ്, ഉദാഹരണമാണ്, കാറേ പോവുക.
അവറാച്ചൻ സിഗ്നല് വന്നത് കണ്ടില്ല. അപ്പൊ സാറാ പറയാ, അച്ഛാ സിഗ്നല് അതനുസരിച്ചോണം, റെഡ് കിടക്കുക, എന്നാലും കയറി പോകരുത്. അപ്പൊ സാറാ പറയുന്നു, അച്ഛാ റെഡാ അതനുസരിക്കണം. ഞാൻ സാറാടെ വാക്കിന് നേരെ വിട്ടാലോ ലൈസൻസ് കട്ട് ചെയ്യും ഇവിടെ, അല്ലേ? അല്ലല്ലേ? ആ, അതനുസരിക്കണം സാറായുടെ വാക്ക്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അനുസരിക്കേണ്ടത് അനുസരിക്കണം. ഇത് അങ്ങനല്ലല്ലോ പലയിടത്തും. ഈ എല്ലാവരുടെയും ചിലയിടത്ത് ശമ്പളം കൂടുതൽ സാറാമ്മയ്ക്കായിരിക്കും. അവറാച്ചൻ അങ്ങനെ വലിയ ശമ്പളമൊന്നും, പിന്നെ അവറാച്ചൻ പോകുന്ന പരിപാടി സാറാമ്മയുടെ വായിക്കും കൊച്ചിനെയൊക്കെ കൊടുത്തോണ്ട് അവറാച്ചൻ എല്ലാവരുടെയും കാര്യമൊന്നും അല്ല. നിങ്ങൾ പണങ്ങുകയും ചെയ്യരുത്. സ്തോത്രം. ഒരു ദൃഷ്ടാന്തം പറഞ്ഞതേ ഉള്ളൂ, എല്ലാവരും അങ്ങനെ ആണെന്നുമല്ല. ദൈവത്തിന് മഹത്വം. അനുസരിക്കേണ്ടത് അനുസരിക്കണം, പറയേണ്ടത് പറയണം. ഇത് തെറ്റാ കാണിച്ചത്. കാരണം 15-ാം അധ്യായത്തിൽ ദൈവം വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് തലമുറ തരുമെന്ന്. ആ വാക്ക് അനുസരിച്ചില്ല. സാറാ പറഞ്ഞ വാക്ക് അനുസരിച്ചു. അതുകൊണ്ട് എന്ത് കുഴപ്പമുണ്ടായി? എന്ത് കുഴപ്പം? ഒരു ചെറുകനം കിട്ടി, അവനെ പറ്റി എഴുതിയേക്കുന്നത് തലതിരിഞ്ഞവൻ എന്നാണ്. അങ്ങനെയല്ല എഴുതിയേക്കുന്നത്, ഞാനങ്ങ് പറയാം തലതിരിഞ്ഞവൻ, കാട്ടുകഴുതയെ പോലെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ഇപ്പം ലൈവിലുള്ളവരൊക്കെ പുള്ളി എന്നതാ പറഞ്ഞത്, ഫോൺ നമ്പർ വിളിക്കുന്നേരം പറഞ്ഞു തരാം എന്നാ പറഞ്ഞത്. ഇതെല്ലാം ലൈവ് പറഞ്ഞു. കാരണം ഇപ്പോഴേ ഇതെല്ലാം ഈ നമ്മൾ പറയാം, അത് കട്ട് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ഒത്തിരി പ്രശ്നങ്ങളായി വന്നിട്ടിരിക്കുക. അവരുടെ ചാനൽ കയറി പോകാൻ വേണ്ടി ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. നമ്മുടെ ആൾക്കാർക്ക് ഒരു ജോലി ഇല്ലാത്തതുണ്ടല്ലോ, വെറുതെ വീട്ടിൽ ഇരുന്നാൽ മതി, മുറിക്കാത്തിരുന്ന് ഇങ്ങനെ ഒരു ചെലവുമില്ല, ഒരു ബത്തപ്പാടുമില്ല, അടിക്കുക ഇടുക, അതല്ല അല്ലേ? കുളം കലങ്ങുമ്പോഴാണല്ലോ. അതെ, എന്താ ഞാൻ ഒരു കാര്യം പറയും, ഇന്ന് വരെ പ്രശ്നം തീർന്നിട്ടില്ല. ദൈവമക്കൾ ക്ഷീണിക്കരുത് വിശ്വാസത്തിൽ. വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളാകണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളോട് ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ട്. നിന്നെ പറ്റി, നിന്റെ കുടുംബത്തെ പറ്റി, തലമുറയെ പറ്റി, ശുശ്രൂഷയെ പറ്റി, സഭയെ പറ്റിയൊക്കെ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തങ്ങൾ ദൈവമക്കൾ അവകാശമാക്കണം. വാഗ്ദത്തം അവകാശമാക്കണമെങ്കിൽ രണ്ട് കാര്യം: ഒന്ന്, വിശ്വാസം ഉണ്ടായിരിക്കണം; രണ്ട്, ദീർഘക്ഷമ. ദീർഘക്ഷമയോടിരിക്കണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അപ്പൊ വാഗ്ദത്തങ്ങൾ അവകാശമാക്കണം. വാഗ്ദത്തങ്ങൾ അവകാശമാക്കാത്തവരുടെ കാര്യം പുസ്തകത്തിലുണ്ട്. അവരെല്ലാരും വാഗ്ദത്ത ദേശത്ത് എന്നില്ല. അവിടെ എഴുതിയിരിക്കുന്ന 40 ആണ്ട് എനിക്ക് ആ തലമുറകളുടെ നീരസം ഉണ്ടായി. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനമെന്നും എന്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്ന് പറഞ്ഞു. ആകയാൽ അവർ എന്റെ സ്വസ്ഥതയിൽ, വാഗ്ദത്തത്തിലെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യവും ചെയ്തു. അങ്ങനെ എന്നില്ല. രണ്ടുപേര് എണ്ണി തിട്ടപ്പെടുത്തത്, രണ്ടുപേര് എന്ന് നിങ്ങൾക്കറിയാം. കാലേബും യോശുവയും അവര് പൂർണ്ണമായിട്ട് ദൈവത്തോട് പറ്റി നിന്നു. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. ദൈവത്തോട് പറ്റി നിൽക്കണം. വാഗ്ദത്ത നാട്ടിലെത്തണം. ഇവരെ വാഗ്ദത്ത നാട്ടിൽ എത്തിയില്ലെന്നുള്ളത് മാത്രമല്ല, ഈ നാടിനെ അങ്ങ് നിരസിക്കുകയും ചെയ്തു. ഇപ്പൊ ഇവർക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല. നിങ്ങളാണ്ടാ 106-ാം സങ്കീർത്തനത്തിന്റെ 24 വായിച്ചു. 24 വായിച്ചു. 106-24. അവർ മനോഹര ദേശത്തെ നിരസിച്ചു. മതി. ഇപ്പൊ എത്തുകയില്ലെന്ന് മാത്രമല്ല, ദേശവും വലിയ താല്പര്യമില്ല. മനോഹര ദേശത്തെ നിരസിച്ചു. ഇവര് പറഞ്ഞ് ഞങ്ങൾ വരുന്നില്ലെന്ന്. സംഖ്യാപുസ്തകം 32 പഠിക്കുമ്പോൾ ഇവർ യോർദാന്റെ തീരത്തെത്തിയപ്പോൾ 2.5 ഗോത്രക്കാര്, രൂബേന്യനും ഗാദിനും മനശ്ശയുടെ പാതി ഗോത്രക്കാരും വന്ന് മോശയോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ അക്കരയ്ക്ക് വരുന്നില്ലെന്ന് പറഞ്ഞു. മോശ പറഞ്ഞു, നമ്മളെല്ലാം കൂടെ അക്കരയ്ക്ക് പോവാന്ന് പറഞ്ഞാൽ ഇറങ്ങിയതൊക്കെ അങ്ങനെ. പക്ഷെ ഇപ്പൊ ഞങ്ങൾ അക്കരയ്ക്ക് ചോദിച്ചതിന്റെ കാരണം ആടുമാടുകളൊക്കെ ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ടെന്ന്, കന്നുകാലികൾ ധാരാളമായി. തന്നെ ഇവിടെ നല്ല ഏരിയ, ഇഷ്ടം പോലെ പോച്ച ഉണ്ട്, പറിക്കണ്ട, അഴിച്ചു വിട്ടാൽ മതി. ഇപ്പൊ ഇഷ്ടം പോലെ ആടുമാടുകളും കന്നുകാലികളുമായി. അന്ന് ഇറങ്ങി പോകുന്നത് അധികം. അന്ന് ഒരു ജോഡി ഷർട്ട്, ആ ഷർട്ട് വന്നതിൽ ഇട്ടേച്ച് തേഞ്ഞ് കോളറിന്റെ ഇടം തേഞ്ഞ് പിന്നെ തിരിച്ചു വെച്ചടിച്ചു.
തിരിച്ചു വെച്ച് അടിച്ചു. ബട്ടൺസും പോയതാ. പിന്നെ അതും എവിടുന്ന് ഒരു ബട്ടൺസ് കിട്ടിയപ്പം നേരത്തെ ബട്ടൺസിന്റെ കളർ ഒക്കുന്നുമില്ല. എന്നാലും ആണ് ഇറങ്ങിയ കാലത്തെ നാട്ടിലൊക്കെ ഞാൻ പറയും നല്ലൊരു സാരി കിട്ടിയാൽ കൊള്ളാന്ന് കൊതിച്ച ആൾക്കാരുണ്ട്. ഉണ്ട്. അല്പം ചുറ്റുപാടുള്ളവർ നല്ല സാരി എടുത്തുകൊണ്ട് വരുമ്പോൾ ചില സഹോദരിമാർ നോക്കി കൊതിച്ചിട്ടുണ്ട്. ഒരെണ്ണം കിട്ടിയാൽ കൊള്ളാം. പിന്നെ തന്നത് പഴയതുമാണ്. മേരി കൊച്ചമ്മേനോട് ഒരിക്കലും സാക്ഷി പറഞ്ഞു, ആരും ഒരാൾ സിംഗപ്പൂരിൽ പോയപ്പോൾ ഒരു ഉടുപ്പ് കൊണ്ട് കൊടുത്ത് ഇട്ടില്ല. ഇടാൻ തോന്നുന്നില്ല, പുതിയതല്ലേ, നല്ലതുവാ. 2 കൊല്ലം കഴിഞ്ഞിട്ടപ്പോൾ ചേരുന്നില്ല. പിന്നെ വേറെ ഇടാതെ തന്നെ വേറെ അല്ല, അങ്ങനെ ഗതികേട്ടുള്ളവരും ഉണ്ട്. ദൈവത്തിന്റെ മകത്വം. ഞാൻ പറയാറുണ്ട്, എൻ്റെ അനുഭവമാകട്ടെ, നിങ്ങൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അമേരിക്കയിൽ നിന്ന് പേർഷ്യയിൽ നിന്നൊക്കെ 19 കൊല്ലം മുമ്പ് അല്ലെ 10-40 കൊല്ലം മുമ്പ് പോകുന്നവർ വരുമ്പം ചിലപ്പം 2 മുട്ടായി ഒരു സോപ്പും തരും. അത് വലിയ കാര്യമാണ്. വലിയ കാര്യം. ഒരു മുട്ടായി തന്നാലും നന്ദിയുള്ളവരായിരിക്കണം. മുട്ടായി നോക്കി വെച്ചോ, അങ്ങനൊന്നുമല്ല, സന്തോഷത്തോടെ സ്വീകരിക്കണം, നന്ദിയും പറയണം. ഞങ്ങൾക്ക് മുട്ടായി ഫാക്ടറി ഉണ്ടെന്നൊന്നും പറയരുത്. അപ്പം ഒരു സോപ്പും 2 മുട്ടായിയൊക്കെ തരുമ്പം ചിലര് ആ സോപ്പ് എടുത്ത് കുളിക്കുകയില്ല, അത് ആ തുണിയുടെ ഇടയിൽ വെക്കും. ഇടയ്ക്കിടയ്ക്ക് സോപ്പും തുണി എടുത്ത് കുളിക്കാൻ തന്നതാ. പെർഫ്യൂമൊക്കെ ആര് തരാനാ? അന്ന് നമ്മുടെ അന്നത്തെ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ കുട്ടിക്കൂറ പൗഡറാ. അത് കുടഞ്ഞേച്ച് ശരീരം മുഴുവൻ ഇട്ടേച്ച് മൊത്തം അങ്ങ് നോക്കുക. നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇനി അഥവാ ചെയ്താൽ നിങ്ങൾ ഇപ്പോഴത്തെ സ്ഥിതിക്ക് നിങ്ങൾ അംഗീകരിക്കത്തുമില്ല. ഇല്ലില്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ദൈവത്തിന് മഹത്വം. ഇതിലൊക്കെ നോർന്നേ. അന്ന് ഒരു സോപ്പ് തന്നതാ. ഇന്ന് കൃപയാൽ അനേകർക്ക് കൊടുക്കാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരുന്നു. ഞാൻ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോഴേ ഓൾറെഡി ബാത്റൂമിൽ സോപ്പും ഒക്കെ ഇരിപ്പുണ്ട്, എന്നാലും പുതിയത് കൊണ്ട് ഞാൻ ഇരിക്കുന്നത് അങ്ങ് ഉപയോഗിക്കുന്നത് അങ്ങനൊരു കുഴപ്പമില്ല. എൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പോൾ ചില പാസം അത് എടുത്തില്ലേ, ഞാൻ പറഞ്ഞ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനൊന്നും ആകാരവും ഒന്നും വരികയല്ല. ചൊക്കങ്ങ് വെപ്പറാടും. എടാ ആദ്യം അതങ്ങ് തീരട്ടെ, അത് തീരട്ടെന്ന്. കൊള്ളാം. നമ്മൾ കൊച്ചുനാളിൽ ആകെ ഒരു സോപ്പാ വീട്ടിലെല്ലാവർക്കും കൂടെ, ലൈഫ്ബോയ് അല്ലെ ചന്ദ്രിക മേടിക്കല്ലേ, പതഞ്ഞ് പെട്ടെന്ന് തീരും. ലൈഫ്ബോയ് കുറച്ചുകൂടെ, ലൈഫ്ബോയ് കിട്ടുന്നതിന് മുന്നേ വാറ സോപ്പായിരുന്നു 501-ന്റെ, ഓർക്കുന്നില്ലേ? 501. അത് ഇച്ചിരി തേച്ച് കഴിയുമ്പോൾ ഒരു പരിപരിപ്പും ഉണ്ട് അല്ലേ? ഒരു സോപ്പ് ആങ്ങളെയും പെങ്ങളും അല്ലേ ചേട്ടനും എന്തിയ സോപ്പ് അവൻ കുളിക്കുന്നത് താടാ ഇങ്ങോട്ട്. അവൻ ഞാൻ തേച്ചേച്ച് ഇപ്പൊ തരാം. അവൻ തേച്ചേച്ച് ഒത്തിരി തേക്കരുത്, എല്ലാവർക്കും കുളിക്കേണ്ടതാ, നിനക്ക് മാത്രം കുളിച്ചാ. കേട്ടിട്ടില്ലേ നിങ്ങള്? ഇപ്പൊ നമ്മള് സോപ്പെല്ലാം മേടിച്ച് അടുക്കി അല്ല, ഇതൊക്കെ ഒന്ന് ഓർക്കുന്ന നല്ലതാണ്. നമുക്ക് ബാക്കി വൈകിട്ട് ചിന്തിക്കാം. മതി 27 ഒരു 3 മിനിറ്റ് ഉണ്ട്. 2 ശീല പാട്ട് പാടി പ്രാർത്ഥിക്കുമ്പോൾ 12:30 അതുപോലെ മതി. എന്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്തല്ലോ, തകർത്തല്ലോ, തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. പാടിടും ഞാൻ, തന്റെ കൈകളിൽ അവൻ എന്നെ ചേർത്തല്ലോ. പാടിടും ഞാൻ, കൃപയോന്ന് ആശ്രയം. ഹല്ലേലൂയ. കൃപയോ ഓ വൈദികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയോ. വൈദികൾ വന്നാലും ദൈവത്തിന്റെ ഭാഗത്തുണ്ട്. ഇവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ചിക്കാഗോയിൽ മീറ്റിംഗ് ഉണ്ട്. അത് വരുന്ന 4-ാം തീയതി മുതൽ അവിടെ ഉണ്ട്. അതിനുശേഷം
12ഉം 13ഉം ഒക്കെ ന്യൂയോർക്കിൽ കൺവെൻഷൻ ഉണ്ട്. അതിനുശേഷം ഫിലഡൽഫിയയിലുമുണ്ട്. ഓർപ്പിച്ചത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓർക്കുമ്പോൾ യാത്രയും ശുശ്രൂഷയും ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വൈകിട്ടും നാളെയുമെല്ലാം ഇതുപോലെ ശാന്തമായിട്ട് വചനം ധ്യാനിക്കാം. സാക്ഷ്യങ്ങളുമൊക്കെ അയവിറക്കി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. അനുഗ്രഹീതമായ ആലോചനയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ദീർഘക്ഷമയോടെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്നവരുടെ അധികാരികളായി തീരുവാൻ. ഹല്ലേലൂയ. അനീതിയുള്ളവനല്ലാത്ത ഒരു ദൈവം, നീതിയുടെ ന്യായാധിപനായ ദൈവം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നു. നമ്മുടെ വിശ്വാസങ്ങളും കുറവുകൾ ഓർക്കാതെ, ആദായങ്ങൾ കണക്കിടാതെ നമ്മെ വിടുവിച്ച ദൈവം. ഹല്ലേലൂയ. വീണ്ടും മന്ദതയുള്ളവരാകാതെ, ഹല്ലേലൂയ, നമ്മളെ മന്ദമാക്കുന്ന സകലത്തിൽ നിന്നും ഹല്ലേലൂയ വിടുതൽ പ്രാപിച്ച് വിശ്വാസത്തോടെ ദീർഘക്ഷമയോടെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തുവാൻ അനുഭവങ്ങളിലൂടെ, ഹല്ലേലൂയ, ദൈവവചനത്തിന്റെ ആഴങ്ങളിലൂടെ ഇന്ന് പകൽക്കാലം നമ്മോട് ഇടപെട്ട ദൈവകൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ഈ പകൽക്കാലത്തെ ശുശ്രൂഷയെ കർത്താവ് ആശീർവദിച്ചല്ലോ. കർത്താവിന്റെ ദാസന്റെ കർത്താവ് വീണ്ടും ബലപ്പെടുത്തട്ടെ. വൈകുന്നേരത്തെ ആരാധനയും അനുഗ്രഹമാക്കി തീർക്കട്ടെ. അടുത്ത ദിവസങ്ങളിൽ ഹല്ലേലൂയ ഇവിടെ നടത്തപ്പെടുന്ന കൂട്ടായ്മകൾ വലിയ വിടുതലായി തീരേണ്ടതിനായി ദൈവങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഈ ദേശത്തായിരിക്കുമ്പോൾ അനേക പട്ടണങ്ങളിൽ കർത്താവിന്റെ വചനവുമായി നിൽക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തേണ്ടതിനായി, ശുശ്രൂഷകളെ കർത്താവ് ആദരിക്കേണ്ടതിനായി, അഭിഷേകം, ബലം, ആരോഗ്യം ദൈവം നൽകേണ്ടതിനായി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാണ്. ഇന്ന് പകൽക്കാലം വചനം കേട്ട എല്ലാവരുടെ മേലും, ഈ ആലയത്തിൽ ഇരുന്നുകൊണ്ട് വചനം കേട്ടവര്, ഓൺലൈനിലൂടെ വചനം കേട്ടവര്, വരും ദിവസങ്ങളിൽ ഹല്ലേലൂയ ഈ കൂട്ടായ്മകളുടെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ വചനങ്ങൾ ശ്രമിക്കുന്നവര് സ്തോത്രം, അവർക്കെല്ലാം ഇത് വിടുതലായി തീരുവാനിടയാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, അതിന്റെ ശക്തി പരിശുദ്ധാത്മാവിൽ അത് വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ അത് വിടുതലായി അനുഗ്രഹമായി തീർന്നതോർത്ത് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കേൾപ്പിച്ചു വചനത്തിന് ഭാഗം നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. ചോദിച്ചാൽ പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, അടിയങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ. ഇന്ന് കാലം കർത്താവേ, അടിയങ്ങൾക്ക് തിരുസന്നിധിയിലായി ഞങ്ങൾ കടന്നു വന്ന സന്ദർഭങ്ങൾ ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഞങ്ങളോടുകൂടി പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം ഇടയാക്കി എല്ലാ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളെ സ്വയായി ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരുന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അനിയോട് ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങളുടെ ഇടയിലേക്ക് ആ ശ്രേഷ്ഠദാസനെ അയച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. തന്റെ യാത്രയിലൊക്കെ കൂടെ ഇന്ന് ക്ഷേമത്തോടെ ഞങ്ങളെ ഇന്ന് ഇവിടെ എത്തിച്ചല്ലോ കർത്താവെ. ഇന്ന് കാലം തന്നിലൂടെ ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. തന്റെ മകനെ അതിനായി ബലപ്പെടുത്തിയതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾ ആ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ നന്ദിയുള്ളവരായി, ദീർഘക്ഷമയുള്ളവരായി, ദൈവത്തോട് അടുത്ത് ജീവിപ്പാൻ ആവശ്യമാകുന്ന കൃപ ഞങ്ങൾക്ക് നൽകി തന്നെ കർത്താവെ. അവിടുന്ന് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദി കരേറ്റുവാൻ കർത്താവ് ഞങ്ങൾ കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നീ ഒഴികെ ഞങ്ങൾക്കൊരു നന്മയുമില്ല കർത്താവേ. ഈ ദേശത്ത് ഞങ്ങളെ കൊണ്ടുവന്ന് ഇത്രത്തോളം നടത്തിയ ദയക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളെ കാലം പിടിച്ച് നടത്തുന്നതുകൊണ്ട് ഞങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. മറ്റുള്ളവരോട്